ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു BDR ഫാമിലി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കമ്പോസ്റ്റ് ടാങ്കിൻ്റെ ഇൻസ്റ്റാളേഷൻ വീഡിയോ ആണ്. ഇതിന് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്നു, നമ്മൾ 2 കമ്പോസ്റ്റ് ടാങ്ക് പർച്ചേസ് ചെയ്തിരുന്നു CG സൺസിൽ നിന്ന്. ചെറുകുളത്തുള്ള CG സൺസ് എന്ന് പറയുന്ന ഒരു ചെറിയ യൂണിറ്റാണ്. അവരിതുപോലെ പൈപ്പ് കമ്പോസ്റ്റിൻ്റെത്, പിന്നെ റിംഗ് കമ്പോസ്റ്റ്, അതുപോലെ ഈ സ്ലെറി എടുക്കുന്ന കമ്പോസ്റ്റ് ജാറുകൾ, ഇതിൻ്റെയൊക്കെ മാനുഫാക്ചറിങ് ഒരു യൂണിറ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഞാനിവിടെ ശരിയാക്കി വെച്ചില്ല, നിങ്ങളൊന്ന് ഒന്നും പഠിക്കില്ലല്ലേ. വലിക്കുമ്പോ അവിടെ ഇങ്ങനെ വെക്കല്ലേ. അതിനുണ്ടല്ലേ ഇനിയിപ്പോ മറ്റേതൊക്കെ ഇങ്ങോട്ടുള്ള അത് വേറെ സ്ഥലത്തേക്ക് ഇങ്ങോട്ടല്ലേ ഇങ്ങോട്ടല്ലേ ബേക്കിലും തെറ്റിയത് നോക്കണോ അടുത്ത ടൈലില്ല, ഇത് വെക്കണം. നെറ്റിട്ടിട്ട് ഈ ചീരത്തുപ്പ് വെക്കണമല്ല എന്താണെന്നുണ്ടെങ്കിൽ നമ്മളെ ഇത് കൊയ്യാണ്ടൊക്കെ ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് ചെല്ലാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇത് ഭക്ഷണ സാധനം ഇങ്ങനെ പൊയിഞ്ഞുണ്ടെങ്കിൽ ഇത് പൈപ്പ് അടഞ്ഞാളൂല്ലേ, അതിനാ വേണ്ടി. അപ്പോൾ ഇതിങ്ങനെ വെച്ചാൽ കറക്റ്റായിട്ട് ഫിൽറ്റർ ചെയ്താൽ മതി. ഈ നെറ്റ് അലൂമിനിയം കേട്ടോ, ഇതങ്ങനെ തുരുമ്പൊന്നും പിടിക്കും. ഇരുമ്പിന്റെ അല്ലേ? ഇരുമ്പാകുമ്പോ വെള്ളം തട്ടിയിട്ട് പിടിച്ചു. അത്രയേ ഉള്ളൂ. സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി സാധനം ഇടാം. വേസ്റ്റ് ഇട്ടിട്ട് മറ്റേ ബാക്ടീരിയയുടെ ബാക്ടീരിയ 1/2 ടീസ്പൂൺ ഇടുക. പിന്നെ കുറച്ച് ചേരിച്ചോറ് ഒന്നോ 2 പിടി ഒന്ന് കാട്ടി കൊടുക്കുക. വെള്ളത്തിൻ്റെ ഉറുപ്പ് പോകാനും പിന്നെ ഇതിൽ വായുസഞ്ചാരം കിട്ടാനും ആ കുളിപ്പൊന്ന് ഒന്ന് ട്രൈ ആവാനും വേണ്ടിയിട്ടാണ്. മഴ വന്നാലെന്താ ചെയ്യാന്നുള്ളത്? മഴ ഉണ്ടെങ്കിൽ ഒരു ഷീറ്റ് ഇടുന്നത് നല്ലതാണ്. അങ്ങനെയൊന്നും കിടക്കൂല വെള്ളം, 2 മൂടി ഇതാണ്. പക്ഷേ ഒരു ഷീറ്റ് ഇടുന്നത് നല്ലതാണ്. അങ്ങനെ വെള്ളം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കംപ്ലൈൻറ്റ് ആവണ്ടാന്ന് ചോദിച്ചു. വെജിറ്റേറിയൻ മാത്രമാണ് ഒന്ന് സ്റ്റാർട്ടായിട്ട് നമ്മൾ മീനിൻ്റെതും ഇറച്ചിൻ്റെതും ബാക്കി വേസ്റ്റുകൾ വെച്ചാൽ എന്താണെന്നുണ്ടെങ്കിൽ അത് ഭക്ഷണം തന്നെ ഇടുമ്പോൾ ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാലുള്ള പിന്നെ സ്ലറി ഒരാഴ്ച കഴിയും.
വരാൻ വെള്ളമായി ഒന്ന് ഫ്ലറി ആയി വരാൻ നമ്മൾ ഊറ്റിട്ടാണല്ലോ ഇടുന്നത് അങ്ങനെ അതായി വരണം ഊറി വരണം. എന്നിട്ട് വന്നു കഴിഞ്ഞാൽ 2-3 ദിവസം കൂടെ ഇപ്പം ഒന്ന് തുറന്നു നോക്കുന്നതല്ല. ആ കുഴി നിറഞ്ഞ് ഞാൻ ഈ ബേസിലേക്ക് ആവരുത് വെള്ളം. അതുണ്ടെങ്കിൽ ആണ് പിന്നെ കംപ്ലൈൻ്റ് ആവും. അപ്പോൾ മണം വരും. ഈ വെള്ളം ഈ വേസ്റ്റ് ആയിട്ട് ടച്ച് ചെയ്യും. ആ കുഴി നിറയുന്നതിന് മുമ്പേ എടുത്ത് ഞാൻ പാട്ടയിലെടുത്തിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഉപയോഗിക്കും. ബാക്ടീരിയ ഇതാണ് ബാക്ടീരിയ. അത് 1/2 ടീസ്പൂൺ ഇടുക. പിന്നെ ചകിരിച്ചോറ് ഒന്ന് പാറ്റി കൊടുക്കുക. അത് 2-3 ആഴ്ച അങ്ങനെ പിന്നെ ആഴ്ചയിൽ ഒരിക്കലൊരു 1-2 ടീസ്പൂൺ ഒന്ന് ഇട്ട് കൊടുക്കുക. ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ചകിരിച്ചോറ് ഉണ്ടെങ്കിൽ ഇടുന്നത് നല്ലതാണ്. ഇപ്പം അത് തീർന്നുണ്ടെങ്കിൽ ലേശം എവിടെന്നെങ്കിലും ഉണങ്ങിയത് വേണം. ഓ എന്തായാലും മതി. ഇനിയിപ്പോ വേനൽക്കാലത്ത് അതിൻ്റെ ഈ കരിയില പൊടിച്ചിട്ടാലും മതി. കരിയില ഒന്ന് ഫ്രൈ ആവാൻ വേണ്ടിയിട്ടാണല്ലോ. ഇത് കഴിഞ്ഞാല് പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതന്നെ ഇടണം എന്നില്ല. ചാണകം പച്ചച്ചാണകം കലക്കി പാർന്നാൽ മതി. കുറച്ച് വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ട് ഒന്ന് പാർന്നാലും മതി. അതിൽ ബാക്ടീരിയ ഉണ്ടാകും. പിന്നെ തൈര് തൈര് പൊട്ടിച്ച് ഞാൻ ഇടയ്ക്കൊന്ന് ഒഴിച്ചു. 2-3 ആഴ്ച തൈര് പൊട്ടിച്ചു. പിന്നെ ശർക്കര ഒരു 300 ശർക്കര ഇട്ട് ഒന്ന് കഴിച്ചിട്ട് 2-3 ആഴ്ച കൊണ്ട് ഒന്ന് ഇതാക്കി. ഇത് വേണമെങ്കിൽ ഇത് വാങ്ങാൻ കിട്ടും. വളത്തിൻ്റെ പിടികളുണ്ട്. പിന്നെ നമ്മളോട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും. ഇതിൻ്റെ ഉണ്ട് എന്താ ചെയ്യേണ്ടത് പ്രവർത്തന രീതിയൊക്കെ ഇത് പ്രകാരം ചെയ്താൽ മതി. പിന്നെ എന്തെങ്കിലും നമ്പർ വിളിച്ചാൽ മതി. നമ്മൾ അങ്ങനെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. രമേശേട്ടൻ നമുക്ക് വളരെ വ്യക്തമായി തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. അങ്ങനെ ഒരു ചായയും കുടിച്ച് ഞങ്ങൾ പിരിയാണ്. ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ഫ്രം BDR ഫാമിലി.